അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വല്ലാത്തൊരു കോൾ കേട്ടോ, വല്ലാത്തൊരു കോൾ പറഞ്ഞാൽ വല്ലാത്തൊരു കോൾ തന്നെ. പാണക്കാട് തങ്ങന്മാർ കാട്ടിയത് വല്ലാത്തൊരവസ്ഥ തന്നെ. എന്താ ചെയ്യാം? കാരണം ഈ കുരുവട്ടൂരികൾ ഏതെല്ലാം നിലക്ക് നോക്കി സ്വാദക്കലി ശിഹാബ് തങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തു, കീസിൽ ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തു. അതുപോലെ പിന്നെ അവിടെ ഒരു മൗലൂദ് നടന്നിരുന്നു. പാണക്കാട് സ്വാദിക്കലി ശിഹാബ് തങ്ങളെ വീട്ടിൽ വെച്ചിട്ടൊരു മൗലൂദ് നടന്നിരുന്നു. അങ്ങനെ മൗലൂദിന് ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തതിൻ്റെ പിറ്റേന്നായതുകൊണ്ട് നാളെ മൗലൂദുണ്ട്, പറ്റുകയാണെങ്കിൽ ഒന്ന് പങ്കെടുക്കൊണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ മൗലൂദിലും തന്നെ കുഞ്ഞേമും പമ്പൈസും നൗഷാദൊക്കെ പോയി കുത്തിരുന്ന് ആ ഒരു തൂണുമൊക്കെ ഇങ്ങനെ ചാരി കുത്തിരുന്ന് കണ്ട് മൗലൂദിലും മൗലൂദ് പങ്കെടുത്തു എന്നല്ലാതെ മൗലൂദിൻ്റെ ഒരു ഇക്കായത്ത് വായിക്കാൻ, ഒരു ഹദീസ് വായിക്കാൻ പോലും ചെയ്തിട്ടില്ല, പോലത്തെ ആരത്തും കൊടുത്തിട്ടില്ല. അതൊക്കെ പിന്നെ ഹസൻ സഖാഫി എന്നെ കൂടുതൽ കൈകാര്യം ചെയ്തു. ഏതായാലും ആവട്ടെ, എന്തിനേറെ പറയണ്, സകല ആൾക്കാരെയും പാണക്കാട് നടന്ന കല്യാണത്തിന് വിളിച്ചു. ഏപ്പിക്കാരെ മുഴുവൻ വിളിച്ചു, ഈക്കക്കാരെ മുഴുവൻ വിളിച്ചു. എന്തിനേറെ പറയുന്നത്, പാണക്കാട്ട് തങ്ങന്മാർ രാഷ്ട്രീയപരമായി കൊണ്ട് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പിണറായിനെ വരെ ക്ഷണിച്ചു. പിണറായി വരെ കല്യാണത്തിന് പങ്കെടുത്തു. ചുരുക്കത്തിൽ ലീഗിൻ്റെ പേരിലുള്ള കല്യാണത്തിൽ, പാണക്കാട്ട് തങ്ങളെ കല്യാണത്തിൽ പിന്നെ കോൺഗ്രസ്സുകാർ പങ്കെടുത്തു, CPM പങ്കെടുത്തു, അതുപോലെ തന്നെ APക്കാർ പങ്കെടുത്തു, ഈക്കക്കാർ മുഴുവനും പങ്കെടുത്തു. പുറമെ മുജാഹിദീങ്ങളിൽപ്പെട്ട ഓലും പങ്കെടുത്തു. അതിൻ്റെ പുറമെ പിന്നെ ജമാഅത്തുകാർ പങ്കെടുത്തു. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, മടവൂര് മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, മടവൂര് മൗലവി, അയാൾ വരെ പങ്കെടുത്തു. അയാൾ ക്ഷണിച്ച ഫോട്ടോ ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അയാൾ വരെ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവരും പങ്കെടുത്തു. പക്ഷേ വല്ലാത്തൊരു ഖേദ. എത്രങ്ങാനും തങ്ങൾ പാപ്പ എന്ത് പണി ഞങ്ങൾ കാട്ടിയത്, എന്ത് പരിപാടി ഞങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ഞങ്ങൾ എത്രങ്ങാനും സ്ഥലത്ത് കൂടി പ്രസംഗിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ കുരുവട്ടൂരികളെ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചു. പാണക്കാട് തങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ, അഭിവന്യ നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു നോക്കി. ഒരുപാട് 100ാം വാർഷികത്തിൽ പ്രസംഗിച്ച പ്രസംഗമൊക്കെ എടുത്തിട്ട് എത്ര ദിവസം നടന്നു ന്യൂസുമൊക്കെ. അല്ലോ, എന്നാലും ഇങ്ങനൊരു കടുങ്കച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നില്ല. മാത്രമല്ല, തരീക്കത്തേനും പങ്കെടുത്തിക്കണേ. നൂരിശ തരീക്കത്തിൻ്റെ ആൾക്കാരും പലവരോടെ പങ്കെടുത്തിക്കണം, പല ആളുകളും പങ്കെടുത്തിക്കണം. ഏതായാലും ചുരുക്കത്തിൽ എല്ലാവരും പാണക്കാട്ടെ തങ്ങൾ പാപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണത്തിന് പങ്കെടുത്തു. അക്കിമസീരിയൊക്കെ നേരത്തെ തന്നെ പോയിക്കണം. ഇങ്ങനെ പേരോട് ഉസ്താദ് ഇവരെല്ലാവരും പങ്കെടുത്തു. പക്ഷേ കുരുവട്ടൂരികളെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ഐറ്റങ്ങൾ ചെന്നിട്ടുമില്ല, പോയിട്ടുമില്ല, ഐറ്റങ്ങളെ ക്ഷണിച്ചിട്ടുമില്ല. ഒരു ക്ഷണിക്കാതെ തന്നെ പാണക്കാടാന്ന് അറിഞ്ഞാൽ പോയിരുന്നു. പക്ഷെ അറിഞ്ഞിട്ടുമില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഒരു എല്ലാം കഴിച്ചിലായി പോയി നോക്കും. അതിൻ്റെ ചുറ്റും ഇങ്ങനെ പാണക്കാട് തങ്ങളെ പെരണ്ടയിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു നോക്കിക്കണേ. ഒന്ന് കണ്ടാൽ പറഞ്ഞോട്ടെ വെച്ചിട്ട് വണ്ടിയൊക്കെ നിർത്തിക്കാണ്ട് സലാം പറഞ്ഞൊക്കെ നോക്കിക്കണേ തങ്ങളാപ്പാനോട്. തങ്ങളാപ്പ കല്യാണം പറഞ്ഞില്ല, കൂട്ടം വർത്താനൊക്കെ പറഞ്ഞു, കല്യാണം പറഞ്ഞില്ല. എന്താലേ, നിങ്ങളൊന്ന് നോക്കുകയാണെ, കുരുവട്ടൂരികളോട് കല്യാണം പറഞ്ഞില്ലേ? കുരുവട്ടൂരികളല്ലാത്തവരൊക്കീനും പാണക്കാട്ട് തങ്ങൾ പാപ്പാനോടെ കല്യാണത്തിന് പങ്കെടുത്തു. അപ്പോൾ എന്താ കുരുവട്ടൂരികൾ നിങ്ങളൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. എന്തിനാ ഇപ്പം നിങ്ങൾ ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തിരുന്നത്? നിങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, അവിടെയൊക്കെ ചെന്നുകാണ്ടൊന്ന് നെളിഞ്ഞ് കുത്തിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടേ കൊടുത്തിരുന്നത്. എന്തിനാ ഇപ്പം നിങ്ങളെ ഗിഫ്റ്റ് കൊണ്ട് എന്തിപ്പം ഉണ്ടായി?
എന്തേ ഇപ്പം ഉണ്ടായി? പാണക്കാട് തങ്ങന്മാർക്ക് മനസ്സിലായി ഇറ്റങ്ങൾ ഈ അടുപ്പും കല്ല് എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരെ ക്ഷണിച്ചതിനെ കൊണ്ട് രാഷ്ട്രീയത്തിലും അത് ബുദ്ധിമുട്ടാവും, മതപരമായിക്കൊണ്ടും അത് ബുദ്ധിമുട്ടാണ്. മതപരമായിക്കൊണ്ട് അത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഓര് പറയണത് ഇവർ കേൾക്കണതല്ലേ. ഇവർ എന്തൊക്കെ പറയണത്? ഓരോ തങ്ങന്മാരെ പറ്റിയാണ്ട് ഹലീൽ തങ്ങളെ പറ്റി പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ജിഫിരി തങ്ങൾ അതിൻ്റെ മുന്നേ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഞങ്ങൾക്ക് തങ്ങൾ ഏതായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് എന്തായാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ജിഫിരി തങ്ങളെ വെടിച്ചിരുന്നത്. എന്നിട്ട് ചാടിക്കായിരുന്നു വെട്ടത്തിരുത്ത് കണ്ട് ജിഫിരി തങ്ങളെ നേരെ. തങ്ങളെ നിങ്ങൾ എന്തിനാണ് പേരോടിൻ്റെത് കേട്ട് കാണ്ട് അങ്ങനെ പറയാൻ നിന്നത്? നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല തങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ടേനു കുഞ്ഞേമ്മ കിടന്ന് ചാടിയിരുന്നത് കുറച്ച് മുന്നേ. ജിഫിരി തങ്ങളെ നേരെ എന്തിനു വേണ്ടിയിട്ട്? ഈ നളന്തയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പിട്ട് കൂടാൻ നോക്കി. നളന്തക്കാരോടൊപ്പം, അഥവാ അബ്ദുസമദ് പൂക്കോട്ടൂരിനോടൊപ്പം മറ്റേ നമ്മളെ കൂടത്തായി പൈസ ഉണ്ടല്ലോ, മൂപ്പരോടൊക്കെ ഇപ്പോൾ ഒന്ന് കൂടിയാണ്ട് ഒന്ന് കൂടാൻ നോക്കി. എന്നാൽ ഓലെയും ഒന്ന് വിളിച്ചുകാണ്ട് വല്ല പരിപാടിയിലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഓലും വിളിച്ചില്ല. ഓലും തന്നെ എന്നാൽ കല്യാണമുള്ള വിവരം ഒന്ന് ഓൽക്കൊന്ന് സൂചിപ്പിച്ചുകൂടെ ബനോടി നൗഷാദിനോട്. അങ്ങനെ പാണക്കാട് കല്യാണമുണ്ട്, എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒപ്പം പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ കല്യാണത്തിന് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ചില്ല. വല്ലാത്തൊരു ഖേദം. ഇത് എവിടെ തീർക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു കല്യാണം പോലും പറയാൻ പറ്റാത്ത ഒരു വികൃത വേസ്റ്റ് കൊട്ടയായി മാറിയല്ലോ ഈ കുരുവട്ടൂരികൾ എന്ന് ചിന്തിക്കുമ്പോൾ, ഇത്രയും മോശമായ ഒരു ടീമായല്ലോ ഈ കുരുവട്ടൂരികൾ എന്ന് ചിന്തിക്കുമ്പോൾ ഖേദമുണ്ട്. കാരണം അവിടെ തങ്ങളെ കല്യാണത്തിന് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ലീഗും മാർക്സിസ്റ്റും കോൺഗ്രസും BJPയും മുജാഹിദും ജമാഅത്തും ത്വരീക്കത്തിൻ്റെ ആളുകളിൽ പല ത്വരീക്കത്തിൻ്റെ ആളുകളും പങ്കെടുത്തു. എങ്കിലും ഇവരൊക്കെ പങ്കെടുത്താലും കുരുവട്ടൂരികളോട് കല്യാണം പറഞ്ഞില്ല, ഐറ്റങ്ങൾ കൂടിയതുമില്ല. കാരണം കുരുവട്ടൂരികളോട് കല്യാണം പറയാൻ വേണ്ടിയാണ്ട് തങ്ങളെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിക്കണേ. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം പറയലെടുത്തിയപ്പോൾ തങ്ങളെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു നോക്കി. പക്ഷെ കല്യാണം പറഞ്ഞില്ല. കൂട്ടം ഭർത്താനൊക്കെ ചോദിച്ചു, കല്യാണം പറഞ്ഞില്ല, ചൊല്ലാൻ പറ്റിയില്ല, കല്യാണത്തിന് പോയില്ല, കല്യാണം കഴിഞ്ഞു. എന്തിനാ നിങ്ങളൊക്കെ നല്ലത്? നിങ്ങളൊന്ന് ചിന്തിച്ചോ കാണി. എന്തിനാ നിങ്ങൾ നടന്നിരുന്നത്? തങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്ത് തങ്ങൾക്ക് മനസ്സിലായിക്കണം നിങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളെ ആദ്യം പറ്റിച്ചിരിക്കണം. പാണക്കാട് ചെന്നുകൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആദ്യം പറ്റിച്ചിരിക്കണം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റൂല. നൗഷാദിനെ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റൂല. കുടിച്ചണ വള്ളത്തിന് വിശ്വസിക്കാൻ പറ്റൂല നൗഷാദിനെ. അങ്ങനത്തെ സാധനമാണോ അവനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓരോട് കല്യാണം പറഞ്ഞില്ല കൂട്ടരേ.